അപ്പോൾ അത് വെച്ച ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് അത് വേസ്റ്റ് ഒന്നും ഇല്ലാത്തടത്തും കൊണ്ടുപോയി വെക്കാൻ പോലും തോന്നിയില്ല എന്നുള്ളൂ. പക്ഷേ PRDയുടെ പൈസയാണല്ലോ, കാട്ടിലെ തടുത്ത അവരുടെ ആന. PRD ഇത് കരാറാർക്കരവ് നൽകി, നമ്മുടെ നികുതിദായകരുടെ പൈസയാണ്. അപ്പോൾ അത് ഇങ്ങനെ പിണറായി വിജയനെ വളവും വെച്ചിട്ട് നാട് നീളെ PR വേണ്ടി അത് നടത്തിയിരുന്നു. അതുപോലെ കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മെച്ചപ്പെട്ടതാണ്. കേരളത്തിൽ 3.5 ലക്ഷത്തോളം പുതിയ വ്യവസായങ്ങൾ തുടങ്ങി എന്നും പറഞ്ഞിട്ട് ഒക്കെ എന്തെല്ലാം പരസ്യങ്ങളാണ് PRD കേരളത്തിൽ ഉടനീളം അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ PR അല്ലെങ്കിൽ തള്ള് ആയിട്ട് ഭരണ വീഴ്ചകൾ മറച്ചു വെക്കാനും അഴിമതികൾ മറച്ചു വെക്കാനും വളരെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരു നല്ല പിള്ളയായിട്ട് മാന്യനായിട്ട് മഹാനായിട്ട് അവതരിപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ശ്രീ പിണറായി വിജയൻ പൊതുജനങ്ങളുടെ പൈസ ഉപയോഗിച്ച് ഇങ്ങനെ ദൂർത്തടിച്ചത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും. എന്നിട്ട് എന്ത് പ്രയോജനം ഈ PR വർക്ക് കൊണ്ട് പിണറായി വിജയനുണ്ടായി? പിണറായി വിജയൻ്റെ തന്നെ ധർമ്മടം മണ്ഡലത്തിൽ 67ഓളം ബൂത്തുകളിൽ പിണറായി വിജയൻ തോറ്റു. പിണറായി വിജയൻ പിന്നിലായിരുന്നു 67 ബൂത്തുകളിൽ. ബാക്കി 200ലധികം ബൂത്തുകളുള്ളത് കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയനെ വോട്ട് ചെയ്ത ആൾക്കാർ ഇപ്രാവശ്യം പിണറായി വിജയനെ വോട്ട് ചെയ്തില്ല. ഈ PR വർക്ക് കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. അതുപോലെ 3.5 ലക്ഷം ഇവിടെ വ്യവസായങ്ങൾ വന്നു, പുതിയ വ്യവസായങ്ങൾ വന്നു എന്ന് തള്ളിയ PR വർക്ക് ചെയ്ത P. രാജീവ് എന്ന് പറഞ്ഞ വ്യവസായ മന്ത്രിയെ ജനങ്ങൾ തോൽപ്പിച്ചു.